ഹായ്, വെൽക്കം ടു സ്മാർട്ട് ഫോളിയോ. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പറ്റുന്ന ഏറ്റവും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഇൻഡിക്കേറ്ററാണ്. Vwap എന്നുള്ളതാണ് അതിൻ്റെ പേര് വരുന്നത്. Vwap, വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ് എന്നുള്ളതാണ് ഇതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. ഇത് ഇൻട്രാഡേക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് ഇതിൻ്റെ റിസൾട്ട് വളരെ നല്ല ബെസ്റ്റ് റിസൾട്ട് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇത് നമുക്ക് ട്രെൻഡ് അറിയാൻ ഇത് പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെതായിട്ടുള്ളൊരു സ്ട്രാറ്റജി വരുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ആദ്യം തന്നെ നമ്മൾ എങ്ങനെ പ്ലോട്ട് ചെയ്യാമെന്നുള്ളതും പിന്നീട് ഇതിൻ്റെ സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ട്രെൻഡ് എങ്ങനെയാണ് മനസ്സിലാക്കുക, എങ്ങനെയാണ് ഇതിനെ ബേസ് ചെയ്തിങ്ങാണ്ട് നമുക്കൊരു ട്രേഡ് എങ്ങനെ എടുക്കാം എന്നുള്ളതെല്ലാം നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ പോകുന്നത് ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടിലോട്ടാണ്. ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിൽ ക്ലിക്ക് ചെയ്യാം. ഇൻഡിക്കേറ്റേഴ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം Vwap കണ്ടില്ലേ, ഇത് വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ്, ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്കത് പ്ലോട്ടായി. അതിനുശേഷം നമ്മൾ അതിൻ്റെ തന്നെ Vwap സെഷനിൽ വന്നിട്ട് അതിൻ്റെ സെറ്റിങ്ങിൽ വരിക. സെറ്റിങ്ങിൽ വന്നതിൻ്റെ ശേഷം നമുക്ക് സ്റ്റൈലിൽ വന്നതിന് ശേഷം അപ്പർ ബാൻഡ് നമുക്ക് ഓഫ് ചെയ്യാം, ടിക്ക് ഓഫ് ചെയ്യാം. അതേപോലെ തന്നെ ലോവർ ബാൻഡ് നമുക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മളെ ഇത് വരുന്നത്. നോർമലി നമ്മൾ ഈ Vwapൻ്റെ ലൈനാണ് ഈ പോകുന്നത്. ഈ ലൈനിന് അടിയിലാണ് പ്രൈസ് വരുന്ന സമയത്ത് അതൊരു ഡൗൺ ട്രെൻഡ് ആണ് എന്നുള്ളതും, അതേപോലെ തന്നെ ഈ Vwapൻ്റെ പ്രൈസിന് മുകളിൽ നമ്മൾ പ്രൈസ് വരുന്ന സമയത്ത് അതിന് ഒരു അപ് ട്രെൻഡുമാണ് എന്നുള്ളതാണ് നോർമലി മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ കണക്കാക്കുന്നത് ഈ Vwapൻ്റെ ഒരു തിയറി പ്രകാരം. പിന്നെ ഇതിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ബൈ എൻട്രി എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞല്ലോ, ഈ Vwapൻ്റെ അടിയിൽ നിന്നും ഒരു ക്യാൻഡിൽ Vwapനെ ക്രോസ് ചെയ്ത് മുകളിൽ പോയി ക്ലോസ് ചെയ്തതിന് ശേഷം വരുന്ന ക്യാൻഡിൽ ഈ ആദ്യത്തെ ക്യാൻഡിലിനെ ക്ലോസ് ചെയ്ത് അതിനെ ക്രോസ് ചെയ്ത് ഇതിൻ്റെ ഹൈ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലൊരു എൻട്രി എടുക്കാം. എന്നിട്ട് ഈ Vwapനെ ക്രോസ് ചെയ്ത ക്യാൻഡിലിൻ്റെ അടിവശത്ത് നമുക്ക് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് കണക്കാക്കാം. അങ്ങനെയാണ് ഇത് നമ്മളെ ഒരു ബൈ എൻട്രി ആണ്. ഇനി സെൽ എൻട്രി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ തന്നെ ഉണ്ട് ഒരു സെൽ എൻട്രിയുടെ ഒരു ഉദാഹരണം. ഇതിൻ്റെ മുകളിൽ നിന്നും പ്രൈസ് Vwapന് മുകളിൽ നിന്നും താഴോട്ട് ക്രോസ് ചെയ്ത് താഴെ വന്ന് ക്ലോസ് ചെയ്താൽ അതിന് ശേഷം വരുന്ന ക്യാൻഡിൽ ഈ ആദ്യത്തെ ക്യാൻഡിലിൻ്റെ ലോയെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, കാരണം ഇത് ബ്രേക്ക് ചെയ്യുന്നത് ഈ ക്യാൻഡിലാണ്, കണ്ടില്ല, ഈ ഒരു ക്യാൻഡിൽ ഇതിനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മളിത് എൻട്രി എടുക്കേണ്ടത്. എന്നിട്ട് ഇതിനെ ക്രോസ് ചെയ്ത ക്യാൻഡിലിൻ്റെ ഹൈയിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാറുള്ളത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതാണ് ഇത് നമ്മൾ സെല്ലിൻ്റെതാണ് കേട്ടോ. സെല്ലിൻ്റെത് നമ്മൾ ഈ ഒരു ക്യാൻഡിൽ Vwapൻ്റെ മുകളിൽ നിന്നായിരുന്നു പ്രൈസ്, അതിനെ ക്രോസ് ചെയ്ത് താഴോട്ട് വന്നു ക്ലോസ് ആയതിനു ശേഷം വരുന്ന ക്യാൻഡിൽ ഈ ക്രോസ് ചെയ്ത ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. എന്നിട്ട് ക്രോസ് ചെയ്ത ക്യാൻഡിലിൻ്റെ ഹൈയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. അതിന് നേരെ തിരിച്ചു വരുന്ന കേസുകൾ ഇതാ, നമുക്ക് ഇവിടെ തന്നെ നമുക്ക് പറയാം. ഇത് വളരെ വലിയ എൻട്രിയാണ് വരുന്നത്. എന്തില്ലേ, ഇവിടെ നിന്നും ക്യാൻഡിൽ വന്നു, ഇത് Vwapൻ്റെ താഴെയായിരുന്നു ആദ്യം പ്രൈസ്, ഈ Vwapനെ ക്രോസ് ചെയ്ത് മുകളിലോട്ട് വന്ന് ക്ലോസ് ആയി. അതിന് ശേഷം വരുന്ന എൻട്രി, അതിന് ശേഷം വന്ന ക്യാൻഡിൽ ഈ ക്രോസ് ചെയ്ത ക്യാൻഡിലിൻ്റെ ഹൈ ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്കൊരു എൻട്രി എടുക്കാം. എന്നിട്ട് ക്രോസ് ചെയ്ത ക്യാൻഡിലിൻ്റെ ലോയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. അങ്ങനെയാണ് നമ്മൾ ഇൻട്രാഡേ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുന്നത്. ഈ സ്ട്രാറ്റജി ഇൻട്രാഡേക്ക് വളരെ നല്ല റിസൾട്ടാണ് തരുന്നത്. നിങ്ങൾക്കും ബാക്ക് ടെസ്റ്റ് ചെയ്ത് ബോധ്യപ്പെട്ടതിന് ശേഷം ഈ സ്ട്രാറ്റജി വെച്ചിട്ട് നിങ്ങൾക്ക് എൻട്രി എടുക്കാം. മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വി വിൽ സീ നെക്സ്റ്റ് വീഡിയോ.